സോനൂസ് നോളജ് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ അന്യജീവനുതകി സ്വജീവിതം എന്ന 3ാമത്തെ യൂണിറ്റിലെ എൻ്റെ ഗുരുനാഥൻ എന്ന 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിയുടെ അതിമഹത്തായ ജീവിത ദർശനങ്ങളും വിശ്വമാനവികതയും വരച്ചുകാട്ടുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന വ്യക്തിത്വത്തെ വിശദീകരിക്കുകയുമാണ് കവി. ലോകത്തെ ഒരു തറവാടായി കാണുകയാണ് മഹാത്മാവ്. പുല്ലുകളെയും പുഴുക്കളെയും എന്നുവേണ്ട സർവചരാചരങ്ങളെയും കുടുംബാംഗങ്ങളായാണ് അദ്ദേഹം കണ്ടത്. വസുദൈവ കുടുംബകം എന്ന ആർഷജ്ഞാനത്തിൻ്റെ പ്രതിഫലനം നമുക്കിവിടെ കാണാം. ത്യാഗം നേട്ടമായും വിനയത്തെ ഉന്നതിയായും കണ്ട യോഗവിത്തായ കവിയുടെ ഗുരുനാഥൻ എല്ലായിടത്തും ജയിക്കുന്നു. കർമ്മയോഗത്തിൽ മുഴുകിയ മഹാത്മാവ് മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കിയാണ് പ്രയത്നിച്ചത്. നക്ഷത്രങ്ങൾ നിറഞ്ഞാലും ശോകമുഖമായ കാർമേഘം മൂടി നിന്നാലും വിശാലമായ ആകാശം ഇതെല്ലാം ഒരേ മനോഭാവത്തോടെയാണ് ഉൾക്കൊള്ളുന്നത്. സന്തോഷത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നക്ഷത്രമാലകൾ സ്വീകരിക്കുന്നത് പോലെ ഗാന്ധിജി തിരസ്കാരത്തിൻ്റെയും വിമർശനങ്ങളുടെയും കാർമേഘങ്ങളെ ഹൃദയവിശാലതയോടെ ഉൾക്കൊണ്ടു. ഒന്നിനോടും കൂടുതൽ പ്രതിപത്തിയില്ലാതെ സമചിത്തതയോടെ ഉൾക്കൊള്ളുന്ന തൻ്റെ ഗുരുനാഥനെ ആകാശത്തിന് തുല്യമായി കാണുകയാണ് കവി. ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തി വിജയം നേടുകയും പുസ്തകമില്ലാതെ അറിവ് പകരുകയും ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തി വിജയം നേടുകയും പുസ്തകമില്ലാതെ അറിവ് പകരുകയും മരുന്നില്ലാതെ രോഗം ശമിപ്പിക്കുകയും ഹിംസയില്ലാതെ യാഗം നടത്തുകയും ചെയ്ത മഹാത്മാവാണ് ഗാന്ധിജി. ശാശ്വതമായ അഹിംസ വ്രതമായും ശാന്തിയെ ദൈവമായും കാണുന്ന ആൾ. അഹിംസയാകുന്ന പടച്ചട്ട ഏതു കൊടുവാളിൻ്റെയും വായ്ത്തല മടക്കും എന്നാണ് മഹാത്മാവ് പറയുന്നത്. ലോകത്ത് ജീവിച്ചിരുന്ന ആദർശ പുരുഷന്മാർ, ആത്മീയാചാര്യന്മാർ, തത്വചിന്തകർ എന്നിവരുടെ ജീവിത മൂല്യങ്ങൾ ഗാന്ധിജിയിൽ ഒന്നു ചേർന്നിരിക്കുന്നതായി കവി പറയുന്നു. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും ഭഗവാൻ കൃഷ്ണൻ്റെ ധർമ്മരക്ഷോപദേശവും ശ്രീബുദ്ധൻ്റെ അഹിംസയും ശ്രീ ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീ ഹരിചന്ദ്രൻ്റെ സത്യവും മുഹമ്മദ് നബിയുടെ സ്ഥിരനിശ്ചയവും ഒരാളിൽ ഒത്തുചേർന്ന് നിൽക്കുന്നത് കാണണമെങ്കിൽ തൻ്റെ ഗുരുനാഥൻ്റെ സമീപം ചെല്ലുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുക എന്നാണ് വള്ളത്തോൾ നമ്മോട് പറയുന്നത്. ആ ഭവാന്റെ പാദം ഒരിക്കൽ ദർശിച്ചാൽ ഭീരുവായ ആൾ അതിധീരനായും ക്രൂരൻ ദയാലുവായും മാറും. പിശുക്കൻ ദാനശീലനായും ഏഷണിക്കാരൻ സദ്വചനങ്ങൾ പറയുന്നവരുമാകും. അശുദ്ധൻ ശുദ്ധനും അലസൻ കഠിനാധ്വാനിയുമാകും. പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയ്ക്ക് ജന്മം നൽകിയ ഭാരതഭൂമിക്ക് മാത്രമേ ഇതുപോലൊരു കർമ്മയോഗിയെ പ്രസവിക്കാനാകൂ എന്നാണ് കവി പറയുന്നത്. ഹിമവാന്റെയും വിന്ധ്യാചലത്തിൻ്റെയും മധ്യത്തിലുള്ള ഭാരതഭൂമിയിൽ മാത്രമേ ശാന്തത ശീലിച്ച ഇത്തരമൊരു സിംഹത്തെ കാണാൻ സാധിക്കൂ. ഗംഗയൊഴുകുന്ന നാട്ടിൽ മാത്രമേ ഇത്രമാത്രം ചൈതന്യം തുളുമ്പുന്ന കൽപ്പവൃക്ഷം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചൈതന്യമെല്ലാം ഒത്തുചേർന്ന് ജന്മമെടുത്ത മഹാത്മാവിൻ്റെ ജീവിതചര്യയെയും സന്ദേശത്തെയും കവി പൂർണ്ണതയോടെ വർണ്ണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? എന്നാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടും മറ്റും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെയും ബായ്.